ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അമ്മാ ബഅദ്. തൻബീഹില് വന്നിട്ടുള്ള ഒരു ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹീഹായ ഹദീസിന്റെ വെളിച്ചത്തില് ബാങ്കിന്റെ ശ്രേഷ്ഠതകള്, അതുപോലെ ബാങ്കിന്റെ രീതികള് ഒന്ന് വിശദീകരിക്കാമോ എന്നുള്ളതാണ്. സഹോദരങ്ങളെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബാങ്ക് വിളിക്കുന്ന ആളുകൾ മുഅദ്ദിനു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ റസൂലുള്ളാഹി തങ്ങളുടെ ബാങ്ക് വിളിക്കുന്ന ആളുകൾ, മുഅദ്ദിനുമാർ 4 പേരാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ബിലാൽ ഇബ്നു റബാഹ്, മറ്റൊന്ന് അംർ ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുമ. ഈ 2 സ്വഹാബിമാർ, ഇവർ രണ്ടുപേരും മദീന മുനവ്വറയിലെ മസ്ജിദുൻ നബവിയിലായിരുന്നു ബാങ്ക് വിളിക്കാറുണ്ടായിരുന്നത്. സഅദുൽ ഖർൾ റളിയല്ലാഹു അൻഹു മസ്ജിദു ഖിബാ, മദീനക്കടുത്തുള്ള മസ്ജിദു ഖിബാ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മസ്ജിദു ഖുബാ എന്ന് പറയുന്ന ആ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന ആളായിരുന്നു. അതുപോലെ തന്നെ അബൂ മഹ്ദൂറ എന്ന് പറയുന്ന സ്വഹാബിയുണ്ട്. അദ്ദേഹം വിശുദ്ധ മസ്ജിദുൽ ഹറം, മക്കയിലുള്ള മസ്ജിദുൽ ഹറമിൽ ബാങ്ക് കൊടുക്കുന്ന ആൾ ആയിരുന്നു. ഇങ്ങനെ 4 സ്വഹാബി വര്യന്മാർ അള്ളാഹുവിന്റെ റസൂലിന്റെ ബാങ്ക് വിളിക്കുന്ന ആളുകളായിരുന്നു എന്നുള്ളതാണ്. ബാങ്കിന് ഒട്ടേറെ ശ്രേഷ്ഠതകളുണ്ട്. നമുക്കറിയാം, ബാങ്ക് വിളിക്കുന്ന ആള് ശബ്ദമുയർത്തണം. ആ ശബ്ദം കേൾക്കുമ്പോ അല്ലാഹു അക്ബർ എന്ന് മുതല് ലാ ഇലാഹ ഇല്ലല്ലാ വരെയുള്ള ആ ബാങ്കിന്റെ ശബ്ദങ്ങള്, അത് കേൾക്കുന്ന മനുഷ്യർ, ജിന്നുകൾ, അതുപോലെ എല്ലാ വസ്തുക്കളും ഇല്ലാ ഷഹിദ ലഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അദ്ദേഹത്തിന് സാക്ഷ്യം വഹിക്കാതിരിക്കുകയില്ല, അല്ലെങ്കിൽ അതിന് സാക്ഷ്യം വഹിക്കാതിരിക്കുകയില്ല. വൽ മുഅദ്ദിനു യുഗ്ഫറു ലഹു മദാ സൗതു, അതുപോലെ തന്നെ ഈ ബാങ്ക് കൊടുക്കുന്ന ആൾക്ക് ആ ശബ്ദത്തിനനുസരിച്ച് എന്ത് ചെയ്യും, അദ്ദേഹത്തിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാങ്ക് കൊടുക്കുന്ന ആള് ആ ബാങ്കിന്റെ ബാങ്കൊലികൾ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, അതിനുവേണ്ടി എല്ലാം സാക്ഷി പറയും. അതുപോലെ തന്നെ നമസ്കാരത്തിന് വിളിക്കാണല്ലോ, അപ്പൊ ഇത് കേട്ട് നമസ്കരിക്കുന്ന ആള്, ആ ആളുകളുടെ പ്രതിഫലം അവർക്ക് കുറയാതെ മുഅദ്ദിനുമാർക്കും ഉണ്ടാകുമെന്ന് പണ്ഡിതന്മാർ ഹദീസുകളുടെയൊക്കെ വെളിച്ചത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും അള്ളാഹുവിന്റെ റസൂലിന്റെ സഹിഹായ ഹദീസുകളുള്ള ബാങ്കുമായി ബന്ധപ്പെട്ട ശ്രേഷ്ഠത നമുക്ക് വായിക്കാം. സഹോദരങ്ങളെ, ബുഖാരി, സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും മുത്തഫഖുൻ അലൈഹിയായിട്ട് ഏകോപിച്ചു വന്നിട്ടുള്ള വചനങ്ങളുണ്ട്. സഹീഹുൽ ബുഖാരി 615, സഹീഹ് മുസ്ലിമിലെ 437. ആ വചനം എന്താ? അനബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ലൗ യഅലമുൻ നാസു മാ ഫിൻ നിദാഇ വസ്സഫിൽ അവ്വലി. അതായത് ബാങ്കിന്റെ ശ്രേഷ്ഠതയെങ്ങാനും ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, വസ്സഫിൽ അവ്വലി, ജമാഅത്ത് നമസ്കാരത്തിന് ഒന്നാമത്തെ സൊഫിന്റെ മഹത്വം ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, സുമ്മലം യജിദൂ ഇല്ല അൻ യസ്തഹിമു അലൈഹി ലസ്തഹമു, പിന്നീട് അവിടെ അതിന് മത്സരമുണ്ടാകും, അതിന് നറുക്ക് എടുത്തിട്ട് ആ സ്ഥാനം കരസ്ഥമാക്കുന്ന അവസ്ഥ ഉണ്ടായേക്കും എന്നുള്ള. പക്ഷേ ജനങ്ങൾ അത് മനസ്സിലാക്കണം. ഇത് ബുഖാരി മുസ്ലിമും ഏകോപിച്ചുദ്ധരിച്ചതാ. അത്രമാത്രം പ്രാധാന്യമുണ്ട് ബാങ്ക് കൊടുക്കുന്നതിനും ഒന്നാമത്തെ സൊഫിനും. സഹീഹ് മുസ്ലിമില് 387 നമ്പർ വചനം എന്താ? അതിൽ പറയുന്നത് സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, മഹാനായ മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുമാ നിവേദനം ചെയ്യുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതായി ഞാൻ കേട്ടു, അൽ മുഅദ്ദിനൂന അത്വലുൻ നാസി അനാകൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ബാങ്ക് കൊടുക്കുന്ന ആളുകളുടെ കഴുത്തുകൾ അല്പം ദീർഘമായിരിക്കും.
അതായത് ബാങ്ക് കൊടുക്കുന്ന ആളുകൾക്ക് പ്രത്യേകം ആദരവും ബഹുമാനവും സ്ഥാനവും പദവിയും ഖിയാമത്ത് നാളിൽ ലഭ്യമാകും എന്നുള്ളതാണ്. അപ്പൊ ബാങ്കിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി ബാങ്കിന്റെ രീതി എങ്ങനെയാണ് എന്നുള്ളതാണ്. മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ബാങ്ക് കൊടുക്കാറുണ്ടായിരുന്നത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഈ അല്ലാഹു അക്ബർ എന്നുള്ളത് 4 തവണ പറയും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 2 തവണ പറയും. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അത് 2 തവണ പറയും. ഹയ്യ അലസ് സ്വലാഹ് 2 തവണ പറയും. ഹയ്യ അലൽ ഫലാഹ് 2 തവണ പറയും. അല്ലാഹു അക്ബർ 2 തവണ പറയും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത് 1 തവണ പറയും. ഇത് സഹോദരങ്ങളെ മഹാനായിട്ടുള്ള ഇമാം അബൂദാവൂദ് അദ്ദേഹത്തിന്റെ സുനനിൽ 499 നമ്പറായിട്ട് കൊടുക്കുന്ന വചനമാണ്. ഈ ബാങ്കിന്റെ ഈ രീതി അതിലാണുള്ളത്. എന്നാൽ മഹാനായിട്ടുള്ള അബൂ മഹ്ദൂറ റളിയല്ലാഹു തആല അൻഹു ബാങ്ക് വിളിക്കുന്ന രീതി ഹദീസുകളിൽ സഹീഹായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം അബൂദാവൂദ്, ഇമാം തിർമിദി റഹിമഹുമുല്ലാഹ് അവർ അവരുടെ സുനനുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ അല്പം വ്യത്യാസമുണ്ട്. അതെങ്ങനെയാ? അല്ലാഹു അക്ബർ എന്ന് 4 തവണ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ഇങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ഒന്നുകൂടെ പറയും. എന്നിട്ട് ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെയായിരുന്നു അബൂ മഹ്ദൂറ റളിയല്ലാഹു തആല അൻഹു ബാങ്ക് വിളിക്കാറുണ്ടായിരുന്നത്. ഇത് സഹോദരങ്ങളെ മഹാനായ ഇമാം അബൂദാവൂദ് തന്റെ സുനനിൽ 503 നമ്പറായിട്ടും ഇമാം തിർമിദി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സുനനിൽ 192 നമ്പറായിട്ടും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഫജ്റിന് ബാങ്ക് കൊടുക്കുമ്പോൾ അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് 2 തവണ പറയാറുണ്ടായിരുന്നു. എപ്പോ? ബഅദ ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ് എന്ന് പറഞ്ഞതിന് ശേഷം, അവ 2 തവണ പറഞ്ഞതിന് ശേഷമാണ് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് 2 തവണ പറയേണ്ടത്. അത് ഫജ്റിന് മാത്രമാകുന്നു. ഇതാണ് ബാങ്കിന്റെ രീതികള്. പക്ഷെ ഏറ്റവും പ്രധാനം അല്ലെങ്കിൽ ഏറ്റവും മഷ്ഹൂറായിട്ടുള്ള രീതി എന്ന് പറയുന്നത് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ആ രീതിയാണ്, നമ്മൾ നടയെ സൂചിപ്പിച്ച രീതിയാണ്. ഇനി സഹോദരങ്ങളെ ബാങ്ക് കൊടുക്കുന്നതിന് ഒരു ഷർത്ത് ഉണ്ട്, ചില കണ്ടീഷൻസ് ഉണ്ട്. അതെന്താ? അൻ യകൂനൽ അദാൻ മുറത്തബൻ, വളരെ തർത്തീബനുസരിച്ചായിരിക്കണം ബാങ്ക് കൊടുക്കേണ്ടത്. അതായത് അല്ലാഹു അക്ബർ 4 തവണ പറയണ്ടേ ആദ്യം, അത് അവിടെ തന്നെ പറയണം. അതല്ലാതെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 2 തവണ പറഞ്ഞിട്ടല്ല അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയേണ്ടത്. അതിന്റെ ക്രമപ്രകാരം പറയണം. അത് അതിന്റെ ഷർത്താണെന്നാണ്. അതുപോലെ മുത്തവാലിയൻ, തുടർച്ചയായി പറയണം, വലിയ ഗ്യാപ്പ് ഉണ്ടാകാൻ വേണ്ടി പാടുള്ളതല്ല. അതുപോലെ തന്നെ സമയമായിട്ടേ ബാങ്ക് കൊടുക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. അതുപോലെ വഅൻ യകൂനൽ മുഅദ്ദിനു മുസ്ലിമൻ ദക്കറൻ അമീനൻ ആഖിലൻ, അതായത് മുസ്ലിമായിരിക്കണം, പുരുഷനായിരിക്കണം, വിശ്വസ്തനായിരിക്കണം, ബുദ്ധിമാനായിരിക്കണം, അതുപോലെ നീതി പാലിക്കുന്ന ആളായിരിക്കണം, ബാലിഗൻ ഔ മുമയ്യിസൻ, പ്രായപൂർത്തിയുള്ളവനും വകതിരിവുള്ളവനുമായിരിക്കണം എന്നാണ്. എന്ന് മാത്രമല്ല ബാങ്കിന്റെ ലഫ്ലുകൾ ഹദീസിൽ വന്നതുപോലെ തന്നെ നിർവഹിക്കണം. സഹോദരങ്ങളെ, ബാങ്കിന്റെ ശബ്ദം, അതിന്റെ ഓരോ വചനങ്ങളും നമ്മള് നല്ല ശബ്ദമുയർത്തിക്കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ. ഹയ്യ അലസ് സ്വലാ എന്ന് പറയുമ്പോൾ വലത് ഭാഗത്തേക്കും, ഹയ്യ അലൽ ഫലാ എന്ന് പറയുമ്പോൾ ഇടത് ഭാഗത്തേക്കും തിരിയണം
എന്നുകൂടെ മനസ്സിലാക്കുക. അപൂർവം ചില ഘട്ടങ്ങളിൽ ഹയ്യ അലൽ സ്വലാ, അതുപോലെ ഹയ്യ അലൽ ഫലാ എന്നിങ്ങനെയുള്ള ഇത് രണ്ടും വലത്തോട്ടും ഇടത്തോട്ടും തിരിക്കാം എന്നുള്ളതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബാങ്ക് കൊടുക്കുന്ന ആള് ശബ്ദമുള്ളയാളും ബാങ്കിന്റെ സമയത്തെക്കുറിച്ച് അറിവുള്ളയാളും ആയിരിക്കണം. കിബിലക്ക് മുസ്തഖ്ബിലുൽ കിബില, ആ ബാങ്ക് കൊടുക്കുന്ന ആള് കിബിലക്ക് മുന്നിട്ടുകൊണ്ടായിരിക്കണം ബാങ്ക് കൊടുക്കേണ്ടത്. മുതത്വഹിറൻ, അദ്ദേഹം ശുദ്ധിയുള്ളവനായിരിക്കണം. ഖായിമൻ, എഴുന്നേറ്റ് നിന്നുകൊണ്ടാണ് ബാങ്ക് കൊടുക്കേണ്ടത്. വാളിഅൻ ഉസ്ബുഅൈഹി ഫി ഉദ്നൈഹി ഹാലൽ അദാൻ, ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വിരലുകൾ, ചൂണ്ടുവിരലുകൾ, ഉസ്ബുഅൈ അദ്ദേഹത്തിന്റെ വിരലുകൾ അത് ചെവിയിൽ വെക്കണം. വഅൻ യുഅദ്ദിന അലാ മകാനിൻ മുർതഫിഅ, അതുപോലെ അല്പം ഉയർന്ന സ്ഥലത്ത് വെച്ച് ബാങ്ക് കൊടുക്കണം എന്നൊക്കെയാണ് പണ്ഡിതന്മാർ ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹു അലം. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. Allahu Akbar, Allahu Akbar. Ashhadu an la أشهد أن لا إله إلا الله. أشهد أن محمدًا رسول الله. أشهد أن محمدًا رسول الله. حي على حي على حي على الفلاح. حي على الفلاح. الله